ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 9ഉം 10ഉം ശ്ലോകങ്ങൾ പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 55 കാളിയമർദ്ദനം. ശ്ലോകം 9. അതിരുഹ്യ തതഃ ഫണിരാജഫണാൻ നനൃതേ ഭവതാ മൃദുപാദരുചാ കളചിഞ്ചിതനൂപുരമഞ്ജുമിളത്കരകങ്കണസങ്കുലസങ്കുണിതം. ഈ ശ്ലോകം എങ്ങനെ വായിക്കാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം. അധിരുഹ്യ തതഃ ഫണിരാജ ഫണാൻ നനൃതേ ഭവതാ മൃദു പാദരുച കളശിഞ്ചിത നൂപുര മഞ്ജുമിളത് കര കങ്കണ സങ്കുല സങ്കുണിതം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. തഥ പിന്നീട്, ഫണിരാജ ഫണാൻ സർപ്പരാജ ഫണങ്ങളെ, അധിരുഹ്യ കയറിയിട്ട്, മൃദുപാദരുച മൃദുവായ പാദങ്ങളുടെ ശോഭയോടുകൂടിയ, ഭവത അങ്ങയാൽ, കളശിഞ്ചിത നൂപുര മഞ്ജുമിളത് കര കങ്കണ സങ്കുല സംകുണിതം മധുരമായി ശബ്ദിക്കുന്ന ചിലമ്പുകളോടുകൂടിയും മനോഹരമായി താളം പിടിക്കുമ്പോൾ കൈവളകളുടെ നാദത്തോടുകൂടിയും നൃതേ നർത്തനം ചെയ്തു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. അധിരുഹ്യ, ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തത എന്ന് കഴിഞ്ഞിട്ട് വിസർഗം. ഫണിരാജ ഫണാൻ, ഭ ഭ എന്ന് 2 സ്ഥലത്തുണ്ട്. അത് രണ്ടും നന്നായിട്ട് ഊന്നി പറയണം. പ ഭ എന്നുള്ള ഭ എന്നാണ്. നൃതേ ഭവത, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. മൃദുപാദരുച കളശിഞ്ചിത, ശിഞ്ചിത ഞ ജ എന്നാണ്. നൂപുര മഞ്ജുമിളത്, ഇവിടെ അതുപോലെ ഞ ജ എന്നാണ്. മഞ്ജുമിളത് കര കങ്കണ സങ്കുല സംക്വണിതം, ക്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. സംക്വണിതം. അധിരുഹ്യ തതഃ ഫണിരാജ ഫണാൻ നനൃതേ ഭവതാ മൃദുപാദരുച കളശിഞ്ചിത നൂപുര മഞ്ജുമിളത് കര കങ്കണ സങ്കുല സംകുണിതം. അടുത്തത് 10ാമത്തെ ശ്ലോകം. ജഹൃഷു പശുപാസ്തുദുഷുർമുനയോ വവൃഷു കുസുമാനി സുരേന്ദ്രഗണാ ത്വയി നൃത്യതി മാരുതഗേഹപതേ പരിപാഹി സമാം ത്വമതാന്തഗദാത്. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. ജഹൃഷു പശുപാ സ്തുതുഷുർ മുനയോ വവൃഷു കുസുമാനി സുരേന്ദ്രഗണാ ത്വയി നൃത്യതി മാരുതഗേഹപതേ പരിപാഹി സ മാം ത്വം അതാന്തഗദാത്. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. മാരുതഗേഹപതേ ഗുരുവായൂരപ്പ, ത്വയി അങ്ങ്, നൃത്യതി നൃത്തം ചെയ്തപ്പോൾ, പശുപ ഗോപന്മാർ, ജഹൃഷു സന്തോഷിച്ചു, മുനയ മുനിമാർ, തുതുഷു തോഷിച്ചു, സുരേന്ദ്രഗണ ദേവസമൂഹങ്ങൾ, കുസുമാനി പുഷ്പങ്ങൾ, വവൃഷു വർഷിച്ചു, സ വധിച്ച കാളിയനിൽ നൃത്തം ചെയ്ത് ലോകത്തിന് ആനന്ദം നൽകിയ, ത്വം അങ്ങ്, മാം എന്നെ, അതാന്തഗതാത് ശമിക്കാതെ വളരുന്ന രോഗത്തിൽ നിന്ന്, പരിപാഹി രക്ഷിച്ചാലും. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ജഹൃഷു അവിടെ വിസർഗമുണ്ട്. പശുപാസ്തുതുഷുർമുനയോ വവൃഷു, വൃ എന്നാണ്. ഹൃ എന്ന് മേലെ, അതേപോലെ വൃ എന്നാണ്. വൃക്ഷം എന്നൊക്കെയുള്ളതിൻ്റെ വൃ. വവൃഷു കുസുമാനി സുരേന്ദ്രഗണാ, അവിടെയും വിസർഗം നീട്ടിയിട്ട് വിസർഗം പറയണം. ത്വയി നൃത്യതി മാരുതഗേഹപതേ പരിപാഹി സ മാം ത്വമതാന്തഗദാത്. ത്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ.
ത്വമദാന്ത ഗദാത് ദ ത എന്നാണ് അക്ഷരങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഗദാത്. ജഹൃഷു പശുപാസ്തു ദുഷുർമുനയോ വവൃഷു കുസുമാനി സുരേന്ദ്രഗണാ ത്വയി നൃത്യതി മാരുതഗേഹപതേ പരിപാഹി സമാം ത്വമദാന്തഗദാത്. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.